എല്ലാവർക്കും പുളിയും സ്വാദിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. ബീഫിൻ്റെ എല്ലും ഇറച്ചിയും കൂടി ഇട്ടിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് തീയൊന്നും കത്തിക്കാതെ തന്നെ പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഏകദേശം 1.5 കിലോയോളം എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള ബീഫ് തന്നെ വേണം ഈ കപ്പ ബിരിയാണി റെഡിയാക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ അത് അതിലേക്ക് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാനിനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സവോളയാണ്. സവോള ഏകദേശം ഒരു 2 മീഡിയം സവോളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സവോള ചേർക്കേണ്ടാത്തവർ വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതിയാവും. അപ്പോൾ അതുകൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നീട് മല്ലിപ്പൊടി, പിന്നീട് 2 വഴനയില. വഴനയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇലയാണ് വഴനയില. ഇതിൻ്റെ എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി നോക്കണം. പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, അത് വേകാനായിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാവും. കണ്ടില്ലേ, ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ കഴുകുമ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്നും കുറച്ച് വെള്ളം ഇതിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് വെള്ളം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, തീയൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല. നമുക്ക് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയാൽ മതിയാവും. ഇനിയിപ്പോൾ ഒരല്പം വെള്ളം കൂടി കുറവെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതിവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിലോ അഥവാ ഇനി എരിവൊക്കെ കുറവാണെങ്കിലോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഒന്നുകൂടി ചേർക്കാം. കാരണം നല്ലതായിട്ട് തിള വന്നല്ലോ. അപ്പോൾ ഇത് നല്ല നെയ്യൊക്കെ കുറച്ചുള്ള ഒരു എല്ലും ഇറച്ചിയുമാണെങ്കിൽ ഇതിന് വളരെയധികം ടേസ്റ്റ് കൂടുതലായിരിക്കും വരാറുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്നുകൂടി അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ കപ്പയൊന്ന് വലുതായിട്ട് തന്നെ ഒന്ന് കൊത്തി ഞുറുക്കി നന്നായിട്ടൊന്ന് കഴുകി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. 1.5 കിലോ എല്ലിന് 2 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ വെന്ത് വരുന്നിടം വരെ നമുക്ക് അന്നേരത്തേക്ക് നമ്മളുടെ അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ കപ്പയ്ക്കും എല്ലിനും ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഏകദേശം ഒരു 8 കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 8 കഷ്ണത്തോളം ഞാൻ 8 തൊട്ട് 9 കഷ്ണത്തോളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഒരു 3 കഷ്ണം വെളുത്തുള്ളിയാണ്. 3 കഷ്ണം വെളുത്തുള്ളി അതും കൂടി ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരു 5 പച്ചമുളകും കൂടി ഞാനതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നീട് ഞാനിതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് ഏറെ തന്നെ വേണം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. കാരണം തേങ്ങയെന്ന് പറയുമ്പോഴത്തേക്കും തേങ്ങയുടെ രുചിയാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. കാരണം തേങ്ങ ചേർക്കുമ്പോഴായിരിക്കും ഈ ഒരു കപ്പ ബിരിയാണിക്ക് വളരെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തേങ്ങ എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം തന്നെ ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരുപാട് അരിഞ്ഞു പോകാതെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കപ്പയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കപ്പ തിള വരുമ്പം തന്നെ ഉപ്പ് ചേർക്കണം, എങ്കിൽ മാത്രമേ അതിന് ഉപ്പ് കാണൂ.
അപ്പോൾ നമ്മുടെ കപ്പയും അതുപോലെ തന്നെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഏത് പാത്രത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ആ പാത്രത്തിൽ തന്നെ വേണം ആ കപ്പ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ തന്നെയാണ് കപ്പ ഒന്ന് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ എല്ലും ബീഫും കൂടെ കൂടിയുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടില്ലേ, അധികം വെള്ളമൊന്നുമില്ല, ഒരുപാട് വെള്ളമൊന്നും അതിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പറ്റിച്ച് എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അരപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ഒന്ന് ആവി കയറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് കണ്ടില്ലേ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് അടുത്തത് നടത്തുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. ഒരുപാട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കരുത്. കാരണം വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അത് നമ്മളുടെ കപ്പയൊന്നും കുഴഞ്ഞ് നന്നായിട്ട് വരത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക്, ഇപ്പോൾ എൻ്റെ കപ്പ കണ്ടില്ല, നന്നായിട്ടൊന്ന് ഒരുപാട് വെള്ളമൊന്നുമില്ല, ആ ഒരു മയത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കപ്പയൊക്കെ ഉടച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ഒരു സ്വാദായിരിക്കും നമ്മളുടെ ഈ കപ്പയ്ക്കും എല്ലിനും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കപ്പയും എല്ലും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ രുചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമുക്ക് പിക്കിൾ കൂട്ടി കഴിക്കാം, ഇനി വെറുതെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.